ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് ആളുകളും ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹസ്ബൻഡും വൈഫും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചിരുന്ന് ഇന്നത്തെ ക്ലാസ് കേൾക്കാം. ജീവിതമാണ് സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫണ്ടമെൻ്റൽ ഗോൾസ് ഉണ്ട്. ലിവിങ്, ലവിങ്, ലേണിംഗ്, ലെഗസി. ഈ 4 ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊരു മീനിങ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ കപ്പിൾസായിട്ട് ഇരിക്കുന്നവരുണ്ടോ? ക്യാൻ യു ഹിയർ മീ? കേൾക്കാവോ? ഞാൻ പറയേണ്ടത് ക്ലിയർ അല്ലേ? ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? കേൾക്കാവോ? ഓക്കെ, വെരി ഗുഡ്. 2 ഓപ്ഷനാണ് പറഞ്ഞത്. വീട്ടിൽ തന്നെ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ഒരു വളരെ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് വളരെ സന്തോഷത്തോടെ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ക്ലാസ് കേൾക്കാം. വിദേശത്താണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താണെങ്കിൽ ഈ ഒരു സമയം ഹസ്ബൻഡ് ഫ്രീ ആണെങ്കിൽ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി പറയാം. ഓക്കെ, ഷോപ്പിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ ഡസൻ മാറ്റർ, ഇതിൻ്റെ റെക്കോർഡ് ഉണ്ടാകും. റെക്കോർഡ് ഒന്ന് അയച്ചു കൊടുക്കുക, അത് കേൾക്കാൻ വേണ്ടി പറയാം. ഹസ്ബൻഡ് വൈഫും ഒന്നിച്ചുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അള്ളാഹു നല്ലൊരു സക്സസ് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത് നല്ലൊരു നന്മയിലേക്ക് എത്താനുള്ളൊരു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിവേ ഒന്നിച്ചിരുന്ന് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം. വീഡിയോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയില്ല, ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെന്ന് പറയുന്നത് ട്രഷർ ഹൗസാണ്, അല്ലയോ? മക്കളെന്ന് പറയുന്നത് പടച്ചോൻ നമുക്ക് നൽകിയ സമ്മാനമാണ്. നമുക്ക് പടച്ചോൻ നൽകിയ ഗിഫ്റ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം കർണാടകയിലെ ഷിമോഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോയി. അങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടി പോയ സമയത്ത് രാത്രി ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. സ്കൂളിലേക്കാണ് ഞാൻ പോയത്. അങ്ങനെ സ്കൂളിലേക്ക് പോയ അവസരത്തിൽ രാത്രി അവിടെ സ്റ്റേ ചെയ്തപ്പോൾ സ്കൂളിൻ്റെ ഒരു അഡ്മിൻ മാനേജർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് അവിടെ താമസ സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. രാത്രി ഞങ്ങളിങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ചിറ്റാറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഫാമിലി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാമിലി ഇവിടെ ഉണ്ട്. മക്കള്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞൊരു 4-5 വർഷമായി. സാറ് ദുആ ചെയ്യണം കേട്ടോ, മക്കളായിട്ടില്ല എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? 1-2 പേര് ശബ്ദത്തിന്റെ പ്രശ്നം പറയുന്നുണ്ട്. കേൾക്കാവോ? കൂടുതൽ പേര് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ അത്യാവശ്യം നെറ്റ്വർക്കുള്ള സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറയാം കേട്ടോ, 4-5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളായിട്ടില്ല, സാറിന് ദുആ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാ നമ്മളെ മക്കളെ വാല്യൂ മനസ്സിലാവുക. നമുക്ക് പഠിച്ച മക്കളെ നൽകി. മക്കളില്ലാത്തവരും ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഉണ്ടാവും കേട്ടോ. പഠിച്ച പെട്ടെന്ന് മക്കൾ നൽകുമാറാകട്ടെ. അപ്പോൾ മക്കളില്ലാത്ത പാരൻസിന്റെ മാനസികാവസ്ഥ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തം മക്കളെ വാല്യൂ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കുടുംബ കോടതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഡിവോഴ്സ് കേസുകളാണ്. ഈ അടുത്തൊരു മോന്, ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ മോന് ചില ബിഹേവിയറൽ ഇഷ്യൂസ്, അവസാനം നോക്കിയപ്പോൾ പിന്നെ ഇവർ ഡിവോഴ്സ് ആയിട്ടുണ്ട്. ഇവന് 2 ഉപ്പയുടെ കീഴിലാണ്, ഉമ്മയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ഇങ്ങനെ ഒത്തിരി കേസുകളും പ്രശ്നങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം എനിവേ വൈവാഹിക ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ലിവിങ്, വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. 2 ലവിങ്, നമ്മളെല്ലാവരും സ്നേഹിക്കുക, എല്ലാവരും നമ്മളെയും സ്നേഹിക്കുക. 3 ലേണിങ്, പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. 4 ലെഗസി, അടയാളങ്ങൾ ഉണ്ടാക്കുക, മക്കളിലൂടെയും നന്മകളിലൂടെയും അടയാളങ്ങൾ ഉണ്ടാക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 100% നിങ്ങൾക്ക് വാക്ക് തരാം, ഇതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്, കേട്ടവരുണ്ടാകും, എന്നാലും വിഷയമല്ല, ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഒരു റോസാപ്പൂ ഉണ്ടാക്കി വെച്ച പ്രശ്നം. മനോഹരമായ കഥയാണത്, ഒരുപാട് കാര്യങ്ങൾ അതിൽ കിട്ടും. ഒരു ദിവസം ഈ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരാൾ കമ്പനിയിൽ ജോലി ചെയ്യുക. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് നല്ല ഫ്രഷ് റോസാപ്പൂ എടുത്തിട്ട് ബോസിൻ്റെ ക്യാബിനിൽ പോയി കൊണ്ടുപോയി വെക്കും. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെയാണ്. വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അദ്ദേഹം റോസാപ്പൂ കട്ട് ചെയ്ത്
നേരെ പോകും. എന്നിട്ട് ബോസിന്റെ ക്യാബിനിൽ ആ റോസാപ്പൂ ഇങ്ങനെ വെക്കും. ഒരു ദിവസം ഇദ്ദേഹം റോസാപ്പൂ വെച്ച് ഡ്യൂട്ടിയിൽ ഇങ്ങനെ തിരക്കിലായപ്പോൾ ബോസ് വന്നിട്ട് ഒത്തിരി ദേഷ്യം പിടിച്ചു. കാരണം അന്ന് അദ്ദേഹം ടേബിളിൽ വെച്ച റോസാപ്പൂ ഉണങ്ങിയ റോസാപ്പൂ ആയിരുന്നു. നിങ്ങൾ എന്തിനാ ഉണങ്ങിയ റോസാപ്പൂ കൊണ്ടുവന്നത്, എന്നെ വഷളാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് കൊളീഗ്സിന്റെ ഇടയിൽ അയാളോട് അദ്ദേഹം നന്നായിട്ട് കയർത്ത് സംസാരിച്ചു. അങ്ങനെ വൈകുന്നേരം വളരെ മൂഡ് ഓഫ് ആയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഭാര്യ പതിവ് ആസ് യൂഷ്വൽ എല്ലായ്പ്പോഴും ചെയ്യണത് പോലെ നല്ല ചായയും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എന്നാ ചായ എടുത്തോന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് നല്ല മൂഡ് ഓഫിലാണ്. ഒരു ചായ എന്ന് പറഞ്ഞിട്ട് ഒരറ്റ തട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഈ ചായ അവിടെ വീണുപോയി. ഒക്കെ നോക്കണേ, ഒരു റോസാപ്പൂ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ചായപാത്രം കൊണ്ട് തട്ടിയിടും, എന്റെ ചായ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ വൈഫ് എന്തിച്ചോളൂ, ഞാനിപ്പോ എന്താ കാട്ടിയത്, ഞാൻ ഇക്കനോടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നല്ല ചായ സ്നാക്സ് ഉണ്ടാക്കിയതാണോ പ്രശ്നം? അപ്പൊ ഈ വൈഫിനാകെ മൂഡ് ഓഫ് ആയി. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം പിടിക്കണേ, എന്റെ പ്രിയപ്പെട്ടവളല്ലേ ഞാൻ. അങ്ങനെ വല്ലാതെ മൂഡ് ഓഫിൽ ഇങ്ങനെ നിൽക്കാട്ടോ. വൈകുന്നേരം 7 മണിയായ സമയത്ത് പിന്നെ എന്ത് ചെയ്തു, ഈ കുഞ്ഞു വന്നു. 3ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു വന്നിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മച്ചി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. നിന്റെ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്കിന് അറ്റ തട്ടം കൊണ്ട് കൊടുത്തു. കാരണം ഉമ്മ ആകെ മൂഡ് ഓഫിലാണല്ലേ. അങ്ങനെ മോളൂസ് ഒന്നും മിണ്ടിയില്ല. ഞാൻ എന്താ ഉമ്മനോടൊന്നും ദേഷ്യം പിടിച്ചിട്ടൊന്നുമില്ല, ഉമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ മോള് പുസ്തകം എടുത്ത് ഇങ്ങനെ മനസ്സോട് ഇങ്ങനെ വായിക്കാം. അപ്പോഴൊരു പൂച്ച ഇങ്ങനെ മുമ്പിലൂടെ ഇങ്ങനെ ഓടിപ്പോയതാട്ടോ. അപ്പൊ ഈ പൂച്ച മുമ്പിൽ ഓടുന്നത് ഈ മോൾക്കൊക്കെ ദേഷ്യം വന്നിട്ട് നിൽക്കുക. നല്ല മുടഫിലുള്ള ഉമ്മ ദേഷ്യം പിടിച്ചതിന്. ആ പൂച്ചക്ക് ഒരറ്റ ചവിട്ടം കൂടി ചവിട്ടിയപ്പോ ഈ പൂച്ച പോയിട്ട് മതിലിലേക്ക് തലയിടിച്ചിട്ട് പൂച്ച അങ്ങോട്ട് ചത്തുപോയി. അപ്പോ എന്റെ ക്ലാസ് തുടങ്ങാൻ പോവാണ് കേട്ടോ. ഒരു സ്റ്റോറി മുമ്പിൽ ഇട്ടെന്നേ ഉള്ളൂ. മൈ ക്വസ്റ്റ്യൻ, ഇവിടെ പൂച്ച ചത്തുപോയതിന് ഉത്തരവാദി ആരാ? ഒന്ന് കമന്റ് ചെയ്യാവോ? പൂച്ച ചത്തുപോയതിന് ഉത്തരവാദി ആരാ? അപ്പോ ബോസ് എന്ന് പറയുന്നവരുണ്ട്, വാപ്പ എന്ന് പറയുന്നവരുണ്ട്, കുട്ടി എന്ന് പറയുന്നവരുണ്ട്, സ്ട്രെസ് എന്ന് പറയുന്നവരുണ്ട്. ബോസ് പൂച്ചനെ പോലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന്റെ ശരിക്കും ആൻസർ എന്ന് പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഒത്തിരി ആൾക്കാർ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവം അതാണ് അവരെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ കുറേയൊക്കെ നമ്മളെ മക്കളായാലും എല്ലാ കാര്യങ്ങളും വളരെ സെറ്റായിട്ട് വരും. അതായത് ഈ ബോസിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടായാലും ഒന്ന് ബ്രീത്തിങ് ഒക്കെ എടുത്തൊന്ന് ഫ്രീ ആയിട്ടായിരിക്കണം വീട്ടിലേക്ക് പോവേണ്ടത്. അത് ഭാര്യന്റെ മുമ്പിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ പൊതുവെ സ്ത്രീകളൊരു സ്വഭാവം ഉണ്ട്, ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ മൂഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ മക്കളോട് അങ്ങോട്ട് തീർക്കും. ശരിയല്ല ഞാൻ പറഞ്ഞേ, കുട്ടികളോട് തീർക്കും. ഇത്ര കഷ്ടപ്പെട്ടിട്ടാ കിട്ടിയത് അറിയോ? മക്കളില്ലാത്തവർ എത്ര പേര് ലോകത്തുണ്ട് അറിയോ? നേരത്തെ ഞാൻ ഷിമോഗിലെ സ്റ്റോറി പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ് 4-5 വർഷമായിട്ടുണ്ട്, പക്ഷെ മക്കളായിട്ടില്ല എന്നുള്ളത്. ഹസ്ബൻഡ് ഒന്നിച്ചിരിക്കുന്നവർ പരസ്പരം ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തേ. ഹസ്ബൻഡ് ഒന്നിച്ചിരിക്കുന്ന ആളുകൾ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചേ, എന്റെ ഇക്കനെ ഇഷ്ടമാണെന്ന് പറഞ്ഞേ, ഒരു ഐ ലവ് യു പറഞ്ഞേ. ഞാൻ ഇതിന്റെ സീക്രട്സ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ഒന്നിച്ചില്ലാത്തവർ സങ്കടപ്പെടണ്ട. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് വിളിച്ചാൽ അങ്ങോട്ട് കൂടെ ഐ ലവ് യു ഒക്കെ പറഞ്ഞാൽ മതി. വാട്സപ്പിലൂടെ ഒരു ഐ ലവ് യു ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ജോലിന്റെ സ്ട്രെസ് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഭാര്യന്റെ ഐ ലവ് യു കിട്ടുമ്പോൾ ആൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. ഞാൻ ഈ 5 ലവ് ലാംഗ്വേജസിനെ കുറിച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ പോകും. പൊതുവെ ഈ വൈവാഹിക ജീവിതത്തിൽ ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഈ മക്കളിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ പൊതുവെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഈ ഹസ്ബൻഡ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരിക. അപ്പൊ അന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുമ്പോൾ വല്ലാത്ത അടിയായിരിക്കും, അയാൾ എന്തോ ഒരു മൂഡ് ഓഫിലാ. അപ്പൊ ഭാര്യ ഇതൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇയാളെ സ്വഭാവം കണ്ടു ഭാര്യയുടെ സ്വഭാവം അങ്ങോട്ട് മാറും. ഇയാളെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭാര്യ മുഖം വീർപ്പിച്ച് ഇങ്ങനെ നടക്കും. അപ്പോഴും മോള് വന്നിട്ട് ഉമ്മച്ചി ദോശ എന്ന് പറഞ്ഞിട്ട് മോൾക്ക് ഒരറ്റ തട്ടം അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ഇവള് ഉണ്ടാക്കിയ ഫുഡ്, വൈഫ് പാവുക, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ടേബിളിൽ ഇങ്ങനെ ചുറ്റും വെച്ച് ആരും കഴിക്കൂല, ഇക്കയും കഴിക്കൂല, നിങ്ങളും കഴിക്കൂല, മക്കളും കഴിക്കത്തില്ല. ബെഡ്റൂമിലേക്ക് പോകും, ഭർത്താവ് അങ്ങോട്ടും നോക്കും, ഭാര്യ ഇങ്ങോട്ടും നോക്കും, ആരും ഉണ്ടൂല. എന്നിട്ട് ഇവള് ഇത് കണ്ടില്ല സാധനം കിടന്നുറങ്ങണത്, എന്നിട്ട് ഇയാളും വിചാരിച്ചിട്ട് കണ്ടില്ല കിടന്നുറങ്ങണത്. ഇതാണ് പൊതുവെ സംഭവിക്കണത്. നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയേ, ഇങ്ങനെ എത്ര കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ നല്ല ട്രിക്ക് പറഞ്ഞുതരാം. പുരുഷന്മാർക്ക് സ്വഭാവം ഉണ്ട്, ഞാൻ 5 ലവ് ലാംഗ്വേജസ് ഇങ്ങനെ പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ പുരുഷന്മാർക്ക് ചില മൂഡ് ഓഫ് ഒക്കെ വരും, എന്തെങ്കിലുമൊക്കെ സംതിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ അയാൾ ചിലപ്പോൾ മിണ്ടൂല, മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കൂ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടും. എന്ത് കാട്ടിയാലും ഭാര്യ എന്താ ചെയ്യേണ്ടത് അറിയോ?
എന്ത് പറഞ്ഞാലും ഉം, ഏ ഓ ഉം, ഏ ഓ ഈ ഒരു ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യാം. കുറെ കഴിഞ്ഞാല് ഹസ്ബൻഡ് പറയൂ, എടി ഞാൻ നേരത്തെ ഒരു മൂഡ് ഓഫിലായിരുന്നു കേട്ടോ, അതാ നിന്നോട് അങ്ങനെ പെരുമാറിയ. അത് നിങ്ങള് പറയാ, അതായിരിക്കും ഞാനൊന്നും മിണ്ടാത്തത്, ഐ ലവ് യു, പ്രശ്നം സോൾവ് ആയി. ഈ ലെവലിലേക്ക് ജീവിതത്തെ ഇങ്ങനെ മാറ്റാന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവരെപ്പോഴും ഈ കപ്പിൾസ് ട്രെയിനിങ്ങിലും ഫാമിലി ക്ലാസ്സുകളൊക്കെ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ തേനും ചക്കരൊക്കെ ആയിരിക്കും, മോളെ പൊന്നേന്നൊക്കെ ആയിരിക്കും വിളിക്കുക. കല്യാണത്തിന് ആദ്യ നാളുകളെ ഒരേ ഗ്ലാസ് ഒന്ന് കുടിക്കും, ഒന്നിച്ചുള്ള യാത്രകള്, എടി നിനക്ക് ഞാനാണ്, എനിക്ക് ഞാനാണ്. ഇപ്പൊ ഒന്നിച്ചിരിക്കുന്നവരൊന്ന് മുഖത്തോട് മുഖത്ത് നോക്കിയേ, ഒന്ന് കടലേക്ക് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചേ, എൻ്റെ ഇക്കനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞേ. ഓക്കെ, മക്കളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനോ ഈ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ നല്ല അഫെക്ഷൻ ആയിരിക്കും, നല്ല സ്നേഹമായിരിക്കും. കാരണം എന്താ പറയുക, ഈ ഡൊപ്പോമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ വല്ലാതെ അങ്ങോട്ട് കൂടും. ഭാര്യന്റെ മനസ്സിലും ഈ ഭർത്താവിന്റെ മനസ്സിലും സ്നേഹത്തിന്റെ ഒരു ഹോർമോൺ ഉണ്ട്, ഡൊപ്പോമൈൻ എന്നാണ് അതിന്റെ പേര്. അത് വല്ലാതെ അങ്ങോട്ട് കൂടും. ഓക്കെ, അപ്പോ ഇത് വല്ലാത്ത ഒരു പീക്ക് ലെവലിലാണെങ്കിൽ മോളെ പൊന്നെ ചക്കരേന്ന് വിളിക്കുള്ളൂ, എപ്പോഴും സ്നേഹം ഇഷ്ടമൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് 1 മാസം 2-3 മാസം കഴിയുമ്പോഴേക്ക്, ഇപ്പൊ ആദ്യം ഞാൻ ഒരു തമാശക്ക് പറയാറുണ്ട്, വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാം. ആദ്യ നാളുകളിൽ കേട്ടോ, കാലിക്കറ്റ് നിന്ന് വടകരക്ക് ഇങ്ങനെ പോവാ. അങ്ങനെ ബസ്സിൽ കയറിയ സമയത്ത് കണ്ടക്ടർ വന്നു ചോദിച്ചാൽ എങ്ങോട്ടാ പോണത്, വടകരക്കാന്ന് പറഞ്ഞ്. ഓക്കെ, അങ്ങനെ വടകരക്കാന്ന് പറഞ്ഞപ്പോ എത്ര പേരുണ്ട്, ഒന്നാ. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ സാറേ, ഞങ്ങൾ ഒന്നാ, നിങ്ങൾ രണ്ടുപേരാക്കല്ലേ, ഞങ്ങൾ ഒന്നാ. നോക്കണേ, രണ്ടുപേര് ടിക്കറ്റ് എടുത്തിട്ട് പറയണത് ഒന്നാ, നിങ്ങൾ രണ്ടുപേരാക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് ഇവര് ഒരു 8 മാസം 9 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ ഡൊപ്പോമിന്റെ അളവ് കുറച്ചൊക്കെ ഇങ്ങനെ കുറയും. അന്ന് പീക്ക് ലെവലിലായിരുന്നു. അപ്പൊ അതേ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാ. കണ്ടക്ടർ വന്നു, എങ്ങോട്ടാ പോണത്, വടകരക്കാന്ന് പറഞ്ഞു. എത്ര പേരുണ്ട്, 2 പേരുണ്ട്. നിങ്ങൾ ഒരാളല്ലോ, ഇല്ല ഒരാൾ മുമ്പിലിരിക്കുക. അപ്പോ സീറ്റ് വരെ മാറിപ്പോയി. ഞാൻ പറയട്ടെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 4-5-6 വർഷം കഴിഞ്ഞ 2 സാധ്യതയാ. നല്ല കണക്ഷൻ കൂടിയവരുണ്ടാവും, ഈ കണക്ഷൻ മക്കളൊക്കെ ആയപ്പോ ഒന്ന് ഡിസ്റ്റൻസ് ആയവരുണ്ടാവും. ഭാര്യക്ക് ഭാര്യയേ ഉള്ളൂ, ഭർത്താവിന് ഭർത്താവേ ഉള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആരും ഉണ്ടാവില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ കല്യാണം കഴിയലോട് കൂടെ അവളെ ഇക്കയാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ശരിയല്ല ഞാൻ പറഞ്ഞേ? ഉപ്പന്റെ ഉമ്മന്റെ ബാധ്യത ഇവിടെ കഴിഞ്ഞു, ഉപ്പന്റെ ഉമ്മന്റെ ബാധ്യത ഇവിടെ കഴിഞ്ഞു. പിന്നെ എ ടു സെറ്റ് ഹസ്ബൻഡാണ്. പിന്നെ മക്കളാവുന്നു. എന്താ മക്കളെ കഥ? പെൺകുട്ടിയാണെങ്കിൽ ഒരു 18 കഴിഞ്ഞാൽ അതിനങ്ങോട്ട് കെട്ടിച്ചയക്കണം. അങ്ങനെ ആ മോള് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ട് ആരാ ഉള്ളത്? ഒരു ഹസ്ബൻഡും ഉണ്ട്, ആൺമക്കളും ഉണ്ട്. എന്താണ് ഈ ആൺമക്കളെ കഥ? ഒരു 25-26 ആകുമ്പോൾ ഏതെങ്കിലും പെണ്ണിനൊക്കെ കെട്ടി ഓനോ ഓൻ്റെതായ റൂട്ടിലേക്ക് അങ്ങോട്ട് പോകോളയും കൊണ്ട് ഒരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ദുബായ് വരുമ്പോൾ തിരിച്ചു വരത്തില്ല. പിന്നെ നിങ്ങൾക്കുള്ളത് ആകെ ഹസ്ബൻഡിനും ഭാര്യയും, ഭാര്യക്ക് ഹസ്ബൻഡും ആയിരുന്നു. ശരിയല്ല ഞാൻ പറഞ്ഞേ? കടിച്ചു തീർക്കാനോ എന്നും മുഖം വീർപ്പിച്ചിരിക്കാനോ എന്നും പൊട്ടിത്തെറിക്കാനുള്ളതല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ഹസ്ബൻഡ് വൈഫ് എപ്പോഴും സ്നേഹത്തിലാണെങ്കിൽ അതിരാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടി കാണുന്നത് ഉപ്പി ഉമ്മയും ചിരിച്ച് സംസാരിക്കണതാ, ഉപ്പി ഉമ്മയും വളരെ സന്തോഷത്തോടെ ഇരിക്കണതാ ഈ മോള് കാണുന്നതെങ്കിൽ അവള് സ്കൂള് ഭയങ്കര മെന്റൽ പവർ ആയിരിക്കും, നല്ല മാനസികാരോഗ്യമായിരിക്കും. വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഉപ്പിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് പിന്നെയും എനർജി ആയിരിക്കും. നിങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നോക്കിയേ, എന്താണ് വീട്ടിലെ സിറ്റുവേഷൻ? മക്കളെ മുമ്പിൽ നിന്ന് എത്ര പ്രാവശ്യം കയർത്ത് സംസാരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം ദേഷ്യം പിടിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നഷ്ടപ്പെടുന്നത് നല്ലൊരു പാരന്റിങ് അല്ലേ? അപ്പോ ജീവിതത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യ അവസാനം വരെ ഉണ്ടാവുള്ളൂ. അത് കടിച്ചു തീർക്കാനും ദേഷ്യം പിടിക്കാനുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ഒരു ഡോറിന്റെ പുറത്തേക്ക് പോയിട്ട് അടുത്ത ഡോറിലൂടെ ഇങ്ങനെ കയറി വരിക, എനിക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്, അത്രയേ ഉള്ളൂ പിണക്കങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനോ ആദ്യ സമയങ്ങളിൽ പിന്നെ ഒരു 1.5 വർഷം 2 വർഷം കഴിഞ്ഞാല് ഈ കാലിക്കറ്റ് നിന്ന് വടകരക്ക് കയറുക. അപ്പൊ കണ്ടക്ടർ ഒന്ന് എങ്ങോട്ടാ എന്ന് പറയുമ്പോ ഈ ഭാര്യ നേരത്തെ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും വടകര എത്തിക്കോളൂ കേട്ടോ, അപ്പൊ നീ അങ്ങോട്ട് എത്തണേന്ന് വൈഫിനോട് ഇൻഫർമേഷൻ കൊടുക്കും, ബസ് തന്നെ അങ്ങോട്ട് മാറിപ്പോയി. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണത്? ഞാൻ മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഒന്ന് അടുത്തിരിക്കുന്ന ആള് ഒന്ന് കണ്ണിലേക്ക് നോക്കി ചിരിക്കാവോ? ഇക്കനെ ഇഷ്ടാണെന്ന് പറയാവോ? ഒന്ന് ചേർത്ത് പിടിക്കാവോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്,
ഇനോ ഈ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഈ ഡൊപ്പോമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വല്ലാതെ അങ്ങോട്ട് കൂടും. പിന്നെ ഈ കമ്മിറ്റ്മെന്റ് കൂടും. കമ്മിറ്റ്മെന്റ് വെച്ചാൽ എന്താ അറിയോ, ഈ ഭാര്യന്റെ കാര്യങ്ങളൊക്കെ ഭർത്താവും ചെയ്യണം, ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ഭാര്യയും ചെയ്യണം. ഭാര്യക്ക് അസുഖം വന്നാൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം, ഡ്രസ്സ് അലക്കണം, അയൺ ചെയ്യണം. ഇങ്ങനെ കമ്മിറ്റ്മെന്റ് കൂടുമ്പോൾ ഈ പ്രണയത്തിന്റെ ഹോർമോൺ ഇങ്ങനെ കുറയും, ഈ ഡൊപ്പോമൈൻ അങ്ങോട്ട് കുറയും. അത് ഈ വിവാഹത്തിന്റെ ഓരോ വർഷങ്ങൾ ഇങ്ങനെ പോകുന്നതനുസരിച്ച് കമ്മിറ്റ്മെന്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഡൊപ്പോമൈൻ എന്ന് പറയുന്ന അളവ് അങ്ങോട്ട് കുറയും, സ്നേഹത്തിന്റെ ഹോർമോൺ കുറയും. ആ കുറയുന്ന സമയത്ത് റിലേഷൻഷിപ്പിന്റെ പാഷൻ കുറയും. ആ പാഷൻ കുറയുമ്പോഴാ ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ ഫൈറ്റിംഗ് ഒക്കെ വരിക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡൊപ്പോമൈന്റെ അളവ് കുറയും. കമ്മിറ്റ്മെന്റ് കുറക്കാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യാവോ? കമ്മിറ്റ്മെന്റ് കുറക്കാൻ പറ്റുമോ? കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഭാര്യക്ക് ഭർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഭർത്താവിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ആ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈ ബാധ്യത കൂടുമ്പോൾ ഈ ഹോർമോൺ അങ്ങോട്ട് കുറയും, സ്നേഹത്തിന്റെ ഹോർമോൺ. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് കുറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഡോപ്പമൈന് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതെന്താ ചെയ്യാന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്റിമസിന്റെ ലെവൽ അങ്ങോട്ട് കൂട്ടാം. ശ്രദ്ധിക്കണേ, ഇന്റിമസിന്റെ ലെവൽ കൂട്ടാം. അപ്പൊ ഇന്റിമസി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാര്യയും ഭർത്താവും തമ്മിലൊരു കണക്ഷൻ. അപ്പൊ അവിടെ നമ്മൾ മെയിൽ സൈക്കോളജിയും ഫീമെയിൽ സൈക്കോളജിയും പഠിക്കണം. അപ്പൊ ഞാൻ ആദ്യം മെയിൽ സൈക്കോളജി പറയാം. ഓക്കെ, മെയിൽ സൈക്കോളജി പറയാം. ഈ പുരുഷന്മാർ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ആൺകുട്ടികൾ അങ്ങനെ തന്നെയാ, സപ്പോർട്ട് പ്രതീക്ഷിക്കുക. വാപ്പയും അങ്ങനെ തന്നെയാ, സപ്പോർട്ട് പ്രതീക്ഷിക്കുക. ഓക്കെ, ഓരോ സ്ത്രീകളും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഭർത്താവിന് മാക്സിമം സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുക. എന്താ സപ്പോർട്ട് എന്ന് പറഞ്ഞാല്, ഏത് സിറ്റുവേഷനിലും ഏത് സാഹചര്യത്തിലും ഭർത്താവിന്റെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് സപ്പോർട്ട്. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്രാം വയസ്സിലാണ് ഖദീജ ഉമ്മയെ കല്യാണം കഴിക്കുന്നത് പറയാവോ? ഖദീജ ഉമ്മയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചത് എത്രാം വയസ്സിലാ? 25-ാം വയസ്സിലാ. അന്ന് ഖദീജ ഉമ്മയുടെ പ്രായം എത്രയാ? ഖദീജ ഉമ്മയുടെ പ്രായം എത്രയാ? 40 വയസ്സ്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത് എപ്പോഴാ? 40-ാം വയസ്സിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടുന്ന സമയത്ത് ഖദീജ ഉമ്മന്റെ പ്രായം എത്രയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടാണ്. ആ സമയത്ത് ഖദീജ ഉമ്മയുടെ പ്രായം 55 വയസ്സ്. എന്നെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, കമന്റിലേക്ക് പോവാതെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. 55 വയസ്സുള്ള ഖദീജ ഉമ്മയുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഒരു പ്രായമായ ഉമ്മ, ശരിയല്ലേ? ശരിയല്ലേ? മക്കത്തേക്ക് പോയവർക്കറിയാം, ഉംറക്ക് ഹജ്ജിന് പോയവർക്കറിയാം. മക്തബത്തുൽ മക്ക മുക്കറമ എന്നറിയപ്പെടുന്ന ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ച വീട്ടിൽ നിന്ന് തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ഇറാ ഗുഹയിലേക്ക് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. നോക്കണേ, 12 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യണം. കുറേ മലകളാണ് അവിടെ. നുബുവത്തും പ്രതീക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളോളം ഇറാ ഗുഹയിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് 55 വയസ്സുള്ള ഉമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി മല ഇറങ്ങി കയറി, മല ഇറങ്ങി കയറി, മല ഇറങ്ങി കയറി, എന്നിട്ട് ഇറാ ഗുഹയിലേക്ക് കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. 55 വയസ്സുള്ള ഉമ്മ 12 കിലോമീറ്റർ മല ഇറങ്ങി മല ഇറങ്ങി മല ഇറങ്ങി മല ഇറങ്ങി ഇറാ ഗുഹയിലേക്ക് കയറണമെങ്കിൽ തന്നെ 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും, ഒന്ന് സ്പീഡിലൊക്കെ കയറാണെങ്കിൽ. ആ മലയിൽ കയറിയിട്ട് ഖദീജ ഉമ്മ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പറയാം സപ്പോർട്ട്. നിങ്ങളെ ഭർത്താവിന് വേണ്ടിയിട്ട് മല കയറേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അതിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല. ഒരു ഭർത്താവിനും മല കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഖദീജ ഉമ്മ അത് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട്, എന്തിനും ഏതിനും ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക. ഭർത്താവ് ഇങ്ങനെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അപ്പോ ഒരു മീറ്റിങ്ങിന് പോകണം, ഒരു ഫംഗ്ഷന് പോകണം, ഒരു പാർട്ടിക്ക് പോകണം. അങ്ങനെ ഈ നല്ല മഴയുണ്ട് കേട്ടോ, കാർ മൊത്തം ചളിയായി കിടക്കുക. അപ്പൊ ഇയാള് പൈപ്പ് പിടിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴുകണ സമയത്ത് നിങ്ങൾ വിചാരിക്കും കഴുകിക്കോട്ടെ, ഇയാളൊരു പണിക്കും കൂടലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കരുത്. പട്ടുപടിക്ക ഞാൻ കഴുകി തരാട്ടെ, ഇക്കനെ കൂടെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കാറൊന്ന് കഴുകി കൊടുത്തേ. സപ്പോർട്ട്. ഇപ്പൊ നല്ല ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ കുറെ ഫയലും പേപ്പേഴ്സ് ഒക്കെ ഒരുമിക്കാൻ ഞാൻ എഴുതി തരാട്ടോ, ഞാൻ റെഡിയാക്കി തരാട്ടോ, ഇക്കന്റെ ആളല്ലേ. എബ്രഹാം ലിങ്കൺ കല്യാണം കഴിച്ച പെണ്ണ് കല്യാണം കഴിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ വൈഫിന്റെ കൂട്ടുകാരികളോട് പറയത്രേ, പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആക്കി മാറ്റും. നോക്കിയേ,
ഞാൻ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ നോക്കിക്കോ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന മേരി ക്യൂർ എന്തോ പേരുള്ളതാ. അങ്ങനെ ഇവള് എബ്രാഹിം ലിങ്കനെ കല്യാണം കഴിഞ്ഞ ശേഷം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി മാറി ബൈ ഗെറ്റിംഗ് ദ സപ്പോർട്ട്, ബൈ മോട്ടിവേറ്റിംഗ്. ഇറാ ഗുഹയില് വന്നല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് വന്ന് പറയുന്നുണ്ട്, ഇക്കർ തങ്ങൾ ഓതാന്ന് പറയുമ്പോൾ തങ്ങൾ പറയുന്നുണ്ട് മാനവിക്കാർക്ക് ഓതാൻ സൗകര്യമില്ല. അപ്പോ റസൂലാനൊന്ന് കുലുക്കി തങ്ങള് വീട്ടിലേക്ക് ഇറങ്ങിപ്പോണുണ്ട്. ജമ്മിലൂനി ഖദീജാനൊന്ന് പുതപ്പിട്ട് മൂടുന്ന് പറഞ്ഞപ്പോ ഖദീജ ഉമ്മ അന്ന് സപ്പോർട്ട് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇക്കനെ മോട്ടിവേറ്റ് ചെയ്യും. നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു, ആ ഡ്രസ്സ് സൂപ്പർ ആട്ടോ, ഇക്കന്റെ സെലക്ഷൻ പൊളിയാട്ടോ. ഒരു പുരുഷന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, പവർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഒന്ന് സപ്പോർട്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇത് ഇന്ന് മുതൽ ഒരു പ്രാക്ടിക്കൽ ആക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ഒരു ഒഴുക്കിൽപ്പെട്ട് പോകുന്ന പോലെ സംഭവം എന്ന് വെച്ചാല്, ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു, ഞാനും കല്യാണം കഴിച്ചു, ജ്യേഷ്ഠത്തിന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞു, മക്കളായി, ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോവുക. ഇതെന്താന്ന് പോലും അറിയത്തില്ല. ശരിക്കും വിവാഹത്തിന് മുമ്പ് പ്രിമാരിറ്റിലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ്. എന്താണ് വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തമാശയല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പാരന്റിങ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യാവോ? പാരന്റിങ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുക? മക്കളെ വളർത്തുക എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? ഒന്ന് കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ഈ പാരന്റിങ് മനസ്സിലായില്ലേ? മക്കളെ വളർത്തുക എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുക? ബിഫോർ മാരേജ്. ഫാന്റാസ്റ്റിക്, താങ്ക് യു. വിവാഹാലോചന നടക്കുന്ന സമയത്ത് തന്നെ മക്കളെ വളർത്തൽ ആരംഭിക്കുന്നുണ്ട്. അല്ലാതെ പ്രസവിച്ച ഉടനെയോ പ്രഗ്നൻസി പീരീഡ് ഒന്നും അല്ല. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് നല്ല ക്വാളിറ്റിയുള്ള പെണ്ണാവണം എന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം, എന്നാൽ നല്ല കുട്ടികളെ കിട്ടുള്ളൂ. പക്ഷെ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ഭർത്താവിനൊക്കെ കിട്ടി, 2-3 മക്കളൊക്കെ ആയി, ഇനിയിപ്പോ അത് ചിന്തിച്ചിട്ട് എന്താ? അൽഹംദുലില്ലാ നല്ല ഭർത്താവ് നല്ല ഭാര്യയൊക്കെ കിട്ടിയിട്ടുണ്ടാവും ക്ലാസ് കേൾക്കുന്നവർക്ക്. അങ്ങനെയുള്ള ഒരു ദാമ്പത്യ ജീവിതം പഠിച്ചു നൽകുമാറാകട്ടെ. ഉള്ള ജീവിതം വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവാന്നുള്ളതാണ്. ഉള്ള ലൈഫ് ഹാപ്പിനെസ്സോടെ മുമ്പോട്ട് പോവാന്നുള്ളതാണ്. ഭാര്യക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരും മനസ്സിലാക്കുക, പുരുഷൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് പവർ എന്ന് പറയുന്നത്. പവർ. ഈ പവർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുരുഷന്മാർക്ക് ഈ താണു കൊടുക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. പിന്നെ എവിടെ തോറ്റാലും ഭാര്യനൊന്ന് താഴ്ത്താൻ പറ്റുമല്ലോ എന്ന സമാധാനത്തിലേക്ക് പുരുഷൻ ഉണ്ടാവുക. കാരണം ഓള് മുമ്പിൽ എന്ത് പൊട്ടത്തനം പറഞ്ഞിട്ട് വലിയ ആളാവാൻ പറ്റും, ഹീറോ ആവാൻ പറ്റും. നോക്കണേ. അപ്പോ ഓരോ സ്ത്രീകളും മനസ്സിലാക്കുക, പുരുഷന് ഈ പവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് മാക്സിമം അങ്ങോട്ട് കൊടുത്തോളണം. ഇന്നു മുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അതെ, ചിലപ്പോൾ സ്ത്രീകൾക്കും വരും. വെരി ഗുഡ്. ഈ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഞാനിപ്പോ പറയുന്നതൊക്കെ മെയിൽ സൈക്കോളജിയാ, ഒരു പുരുഷൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാ. അപ്പൊ നേരത്തെ ഉഷാദ് എന്തോ പറഞ്ഞതുപോലെ ഈ സ്ത്രീകള് പൗരുഷ സ്വഭാവമുള്ള സ്ത്രീകളുണ്ടാവും. അത് അവർ ആഗ്രഹിക്കും, സപ്പോർട്ട് ആഗ്രഹിക്കും, പവർ ആഗ്രഹിക്കും. അത് പുരുഷനെന്നുള്ള കൊടുത്തോളണം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ മെയിൽ സൈക്കോളജി ഒന്ന് പറഞ്ഞു കഴിയട്ടെ. അപ്പോ ഒരു ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാൻ കേട്ടോ, ഞാന് പള്ളിന്റെ സെക്രട്ടറി ആയി, ഇന്ന് പുതിയ മീറ്റിംഗ് ആയിരുന്നു, അപ്പോൾ ഞാൻ പുതിയ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാനാ. അപ്പൊ ഭാര്യ ഭർത്താവിന് പോകത്ത് നിങ്ങളോ സെക്രട്ടറിയാ, ഇങ്ങനെ പള്ളിന്റെ കാര്യം കഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഡൗൺ ആയി പോകും കേട്ടോ. അത് ഒരു പുരുഷന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പലപ്പോഴും പറയാറുണ്ട്, ഈ ഭാര്യക്ക് PG ഉണ്ടെങ്കിൽ ഭർത്താവിന് ഡബിൾ PG വേണമെന്നൊക്കെ പറയും. കല്യാണത്തിന് മുമ്പ് ഈ എഡ്യൂക്കേഷനിൽ കുറച്ച് മേലെ പുരുഷനായിരിക്കണം എന്നുള്ള. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പൊതുവെ ആളെല്ലാം റിച്ച് ആണ്. അപ്പൊ ഇവള് വലിയ പഠിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഭർത്താവ് പണ്ട് ആ പഴയ ഗുസ്തി, എന്താ പറയാ, 10ാം ക്ലാസ്സും ഗുസ്തിയുമാണ്. പക്ഷെ ആൾക്ക് നല്ല സാമർത്ഥ്യമുണ്ട്, വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഭർത്താവ് പിന്നെ നല്ല റിച്ച് ആണ്, നല്ല വീടും കാര്യങ്ങളും അത്യാവശ്യം ജോലിയും സമ്പത്തൊക്കെ ഉണ്ട്, വലിയ ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷെ അയാള് പഴയ 10ാം ക്ലാസ് ഒക്കെ ഉള്ളു. വൈഫാണെങ്കിൽ PG ആണ്. അപ്പൊ മക്കളായി കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഒരു പുസ്തകം നോക്കും. ഈ ഭാര്യ നിങ്ങൾ എങ്ങോട്ടാ നോക്കുന്ന മനുഷ്യൻ, നിങ്ങൾക്ക് വല്ലത് മനസ്സിലാവോ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് തിരിയോ എന്ന് പറയുമ്പോൾ ഡൗൺ ആയി പോകും കേട്ടോ. അപ്പൊ അവിടെ നല്ല ഭാര്യ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മക്കളോട് പറയും, നിങ്ങൾ സൂപ്പറാട്ടോ, നിങ്ങൾ എത്തിയ ലെവൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചത്
യുനോ ഒരു PG വരെയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എത്തുമായിരുന്നു? അമ്മാതിരി ബുദ്ധിയിൽ നിങ്ങൾക്കുള്ളത്. മാക്സിമം അയാളിങ്ങനെ പൊക്കി അടിക്കുക. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന ഒരു സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഡ്രസ്സ് സ്വന്തം വാങ്ങി വന്നതായിരിക്കും, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല അത്. എന്നാലും പറയിക്ക സൂപ്പർ ആട്ടോ സെലക്ഷൻ, ഇക്ക പൊളിയാ, ഇക്ക എൻ്റെതല്ലേ, എനിക്കറിയില്ല എൻ്റെ ഇക്കനെ എന്നൊക്കെ പറഞ്ഞു. ഈ മാക്സിമം അങ്ങോട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കി പറയും. ഈ മലപ്പുറം ഭാഷ പറഞ്ഞാൽ മൂച്ചിമ്മ കയറ്റാന്നാ പറയാ, കേറ്റി അങ്ങോട്ട് വെച്ചോളണം. നന്നായിട്ട് പോകും. അഫർമേഷൻ എന്നാ പറയാ. എത്രത്തോളം പുകഴ്ത്താൻ പറ്റുന്നുവോ, ഇങ്ങളുണ്ടോന്നുണ്ട് ഇക്ക, ഇങ്ങള് എന്ന് പറയുന്ന ലെവലിൽ എത്രത്തോളം ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇന്ന് തന്നെ തുടങ്ങുക. ഇപ്പൊ ഒന്നിച്ച് ക്ലാസ് കേൾക്കുന്നവര് അപ്പോൾ അത് ക്ലാസ് കേട്ടിട്ടാണെന്ന് തോന്നൂല, അത് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല കണക്ഷൻ അങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. കണക്ഷൻ സെറ്റ് ആയി കഴിഞ്ഞാലോ മക്കൾക്ക് നല്ല ജീവിതം കിട്ടും. അതാണ് നമ്മളെ പോയിന്റ്. മക്കൾ ഹാപ്പി ആയിരിക്കും. ഉപ്പയും ഉമ്മയും സന്തോഷത്തിലാണെങ്കിൽ മക്കൾ ഹാപ്പി ആയിരിക്കും. അപ്പൊ ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സപ്പോർട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നോക്കിയ 12 കിലോമീറ്റർ ഇന്ന് ബസ്സിൽ പോവേണ്ടത് മല കയറി ഇറങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖദീജ ഉമ്മ കൊടുത്തൊരു സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടല്ലേ ഖദീജ ഉമ്മ വഫാത്തായതിനു ശേഷം ഫ്രണ്ട്സുകൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഖദീജനെ കുറിച്ച് പറയും. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കം ഫത്ഹ് നടന്ന സമയത്ത് ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്ന ഖദീജ ഉമ്മ, ഈ വിജയ പതാക റസൂലുള്ളാഹി നാട്ടിയത് കഅബന്റെ അടുക്കലല്ല, ജന്നത്തുൽ മുഅല്ലന്റെ തൊട്ടു മുമ്പില് ഖദീജ ഉമ്മ കണ്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിജയ പതാക അവിടെ നാട്ടിന്ന. എന്തേ? ആ സപ്പോർട്ട് കൊടുത്ത റസൂലുള്ളാഹി തിരിച്ചു കൊടുത്തതാ. ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട്. അപ്പൊ പുരുഷന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അദ്ദേഹത്തെ ഒന്ന് താഴ്ത്തി സംസാരിക്കാതിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചിലപ്പോൾ പുരുഷന്മാർ കുറെ സ്ട്രെസ്സോട് കൂടെ ആയിരിക്കും കേട്ടോ വരിക, ഭയങ്കര സ്ട്രെസ്സിലൊക്കെ വരും. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് അടുക്കാൻ പോലും പാടില്ല, അയാൾ അവിടെ ഇരിക്കട്ടെ. ചില സ്ത്രീകൾ ഉണ്ടാവേ ഈ ഭർത്താവിന് കെയർ, ഈ പുരുഷന്മാർക്ക് കെയറിങ് ഇഷ്ടമല്ല, ഈ ആണുങ്ങൾക്ക് കെയറിങ് ഇഷ്ടമല്ല. അപ്പൊ എൻ്റെ ഇക്ക എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ എന്തായിക്ക പറ്റിയേക്ക പറയിക്ക നിങ്ങൾക്ക് ഞാനല്ലേ ഉള്ളൂ, പറയിക്ക അത് പോയി അവിടെ നിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ നാട്ടി അങ്ങോട്ട് വിടും. അപ്പൊ അവിടെ ഒക്കെ പ്രശ്നമാവും. ശരിക്കും അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവ് അങ്ങനെ ചിലപ്പോൾ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങോട്ട് അടുക്കാൻ പോലും പാടില്ല, അങ്ങോട്ട് പോവരുത്. അയാൾ കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയും, സോറി എടി എനിക്ക് ഇങ്ങനെ പറ്റിയതാന്നൊക്കെ പറയും. കെയറിങ് കൊടുക്കരുത് അവിടെ. പിന്നെ ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് അറിയാം, അപ്പൊ എല്ലാവരും ഒരുപോലെ ഒന്നും ഉണ്ടാവൂല കേട്ടോ. ചിലക്കാർ കെയറിങ് കൊടുക്കേണ്ടി വരും. എത്ര സമയം ഇങ്ങോട്ട് ഇരിക്കണത്, നീ ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഭർത്താവ് ഉണ്ടാവും. ചിലതിന് എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, ഇക്കൊക്കെ കെയറിങ് വേണം. അത് ഈ പെണ്ണ് സ്വഭാവമുള്ള ഭർത്താവ് ഉണ്ടാവും. അപ്പൊ ഈ പെണ്ണ് സ്വഭാവമുള്ള ഭർത്താണെങ്കിൽ കെയറിങ് വേണം. പുരുഷ സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ അവളെ പൊക്കി അടിക്കണം. അത് വരുന്നുണ്ട് കേട്ടോ, വിഷയം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ചില ആളുകൾക്ക് ഇപ്പൊ ഒരു ദിവസം ചായ ഉണ്ടാക്കി കൊടുത്തപ്പോ ഈ ഭർത്താവ് പറയുന്നത്, നിനക്ക് അറിയില്ലട എനിക്ക് കോഫിയാ വേണ്ടത്. പിറ്റേ ദിവസം ചായ ഉണ്ടാക്കി കൊടുത്തു, നിനക്ക് അറിയില്ലട എനിക്ക് കോഫിയാ വേണ്ടത്. മൂന്നാമത്തെ ദിവസം ചായ ഉണ്ടാക്കി, കോഫി ഉണ്ടാക്കി. അപ്പൊ ഇയാള് പറയണ അത്ര ആരോടി നിനക്ക് ചെലവിന് കൊണ്ടുവരുന്നത്. അപ്പൊ ചില ഹസ്ബൻഡ് ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയണത്? അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതത്തിൽ വേണ്ടത്. ഇതെല്ലാവരും മനസ്സിലാക്കുക. ലൈഫിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, ലൈഫിൽ വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വൈവാഹിക ജീവിതം എന്നൊക്കെ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. എന്താ ഈ പിന്നെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് സദേൺ പാർട്ട് ഓഫ് കേരള, തെക്കൻ കേരളത്തിലെ ഡിവോഴ്സ് കൂടുതൽ നടക്കുക. ഈ മലബാർ ഏരിയയിൽ കാസർഗോഡ്, കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം ഒക്കെ ഡിവോഴ്സ് കുറവാണ്. പക്ഷെ ഇപ്പൊ കൂടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പഴയ കണക്കെ ഞാൻ പറയണേ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തെക്കൻ കേരളത്തിലൊക്കെ വരവത്ത് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ റിയാക്ഷൻ ഉടൻ തന്നെ ഡിവോഴ്സ്. ഇതിലിപ്പോ ട്രിവാൻഡ്രം, കൊല്ലൊക്കെ ഉള്ള ആളുകളൊക്കെ ക്ലാസ് കേൾക്കുന്നുണ്ടാവാം. കമ്പാരിറ്റീവ്ലി കണക്ക് പറയുന്നത് അങ്ങനെയാ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നൊന്നും ഒരു ക്ഷമ ഉണ്ടാവില്ല, പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിവോഴ്സിലേക്ക് പോകും. പക്ഷെ കാസർഗോഡ്, കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം ഒക്കെ എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമല്ല കേട്ടോ, അഡ്ജസ്റ്റ്മെന്റ് സഹിച്ചിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോയി. ഏതായാലും കെട്ടിയില്ലാണ്ട് മക്കളൊക്കെ ആയില്ലേ, എനിങ്ങനെ പോവന്നെ, തല വര വിധി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. പിന്നെ ഒരു നിലക്കും സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഡിവോഴ്സിലേക്ക് മറ്റൊക്കെ പോവുക. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഭാര്യക്ക് ഭർത്താവേ ഉള്ളൂ, കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അങ്ങോട്ട് പോവുക. അണ്ടർസ്റ്റാൻഡിങ്, നോ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്ഷമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം.
അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിജയിച്ചു. ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഞാനിതിങ്ങനെ ഇന്ന് സിമ്പിളായിട്ട് ഈ ഒരു കാര്യം മാത്രം പറയുന്നുള്ളൂ. അത് വേറെ കോഴ്സാണ്, വേറെ ക്ലാസ്സാണ്. അപ്പൊ ആ രൂപത്തില് നമ്മളിപ്പോ പുരുഷന്മാർക്ക് നല്ല എന്ത് ഈ സപ്പോർട്ട് കൊടുക്കുക, നല്ല പവർ കൊടുക്കുക, പിന്നെ അച്ചീവ്മെന്റ്സ്, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കൂടെ ഇങ്ങനെ നിന്ന് കൊടുക്കുക, നിങ്ങൾക്ക് പറ്റുക, അതൊക്കെ എല്ലാ ഇപ്പോഴും ഇങ്ങനെ കൂടെ നിന്ന് കൊടുക്കുക. പിന്നെ അതേപോലെ ഈ പുരുഷന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത്. പുരുഷന്മാര് ഈ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ സ്ത്രീകൾ എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഹസ്ബൻഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന 4 കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഭാര്യമാര് ചെയ്യേണ്ടതാട്ടോ. നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, എക്സ്പെക്ട് ചെയ്യുന്ന 4 കാര്യങ്ങൾ. കെയറിങ്, സ്നേഹം, വെരി ഗുഡ്, വെരി ഗുഡ്. ലവ്, വെരി ഗുഡ്. ലവ്, സപ്പോർട്ട്. ഇപ്പൊ ഉമ്മുൽ അലി പുരുഷ സ്വഭാവമുള്ള മോളായിരിക്കും, അതുകൊണ്ട് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞേ. അപ്രിസിയേഷൻ, കെയറിങ്, ട്രാവലിംഗ്, കെയറിങ്, സപ്പോർട്ട്, പ്രസൻസ്, കെയറിങ്, സ്നേഹം, അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്. ഓക്കെ സ്റ്റോപ്പ്, മതി കേട്ടോ, ഓൾമോസ്റ്റ് കിട്ടി കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഒന്ന് സ്റ്റോപ്പ് യുവർ കമന്റ്. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? പുരുഷന്മാർ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണണേ. എന്തൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് ഭാര്യ ഉണ്ടാവുള്ളൂ, ഭാര്യക്ക് ഭർത്താവ് ഉണ്ടാവുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിയലോട് കൂടെ ഉമ്മേന്റെ ബാധ്യത കഴിഞ്ഞു. പിന്നെ ഭാര്യക്ക് ഭർത്താവിന് ഭാര്യ ആയിരിക്കും. പിന്നെ മക്കളായി കഴിഞ്ഞാൽ മോളെ വിവാഹപ്രായം വരെ കൂടെ കിട്ടും. പിന്നെ ഓളെ ഭർത്താവായി. മോനൊരു പെണ്ണും കെട്ടിക്കഴിഞ്ഞാൽ ഓളെ കൂടെ ഒരൊറ്റ പോക്കം അങ്ങോട്ടോ ഉഗാണ്ടയിലേക്കോ മറ്റോ പോകും. പിന്നെ നിങ്ങൾക്ക് ഭാര്യക്ക് ഭർത്താവിന് ഭാര്യ ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, എപ്പോഴും ചിന്തിക്കുക. അത് കടിച്ചു തീർക്കാനോ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കാനുള്ളതൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ നോക്കിയ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഷെയർ ചെയ്ത ഒരാൾ പോലും നോക്കിയ ആദ്യത്തെ ഒരു 4 പ്രധാനപ്പെട്ട 4 പറഞ്ഞ സെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഈ സ്ത്രീകളും പുരുഷന്മാരും കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 പുരുഷന്മാരതിൽ സെക്സ് വരും, സ്ത്രീകളിൽ സെക്സ് വരൂല. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ പുരുഷന്മാർ സെക്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് വിഷ്വൽ കപ്പാസിറ്റി കൂടുതലാ. അപ്പൊ ഭാര്യ എപ്പോഴും ഇക്ക വീട്ടിലുണ്ടെങ്കിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. അടുക്കളയിൽ ഇത്ര ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം ബെഡ്റൂമിലേക്ക് പോവേണ്ടത്. ബെഡ്ഷീറ്റ് ഒക്കെ ഇടക്കിടക്ക് മാറ്റുക, നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യുക. ഇക്ക വീട്ടിലുണ്ടെങ്കിൽ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യുക. ഈ ചെലവിനൊക്കെ തരുമ്പോൾ കുറച്ച് കാശ് അതിനുവേണ്ടി മാറ്റി വെക്കുക. പിന്നെ അതിന്റെ വേറൊരു രൂപമുണ്ട് കേട്ടോ. അതായത് നമ്മളെ വീട്ടില് ഇക്ക ഉണ്ടെങ്കിൽ അവിടെ നൈറ്റ് ഡ്രസ് ആയാലും കാര്യങ്ങളായാലും ഇക്കനെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുന്നു അത്രത്തോളം ഹാപ്പി ആക്കുക. ഈ അടുത്ത് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു ലേഡി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഞാൻ ഈ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് ഇത്രത്തോളം സെക്സിന് പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലായത്. എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇന്നു മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പലർക്കും അത് വിഷയം അറിയത്തില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എത്രത്തോളം ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും അത്രത്തോളം ഹാപ്പിനെസ് കൊടുക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഔറത്തൊക്കെ മറിച്ച് ഇപ്പൊ നിക്കാബ് ഹിജാബൊക്കെ പർദ്ദൊക്കെ ആയിട്ട് പുറത്തിറങ്ങണം. ഭർത്താവിന്റെ അനിയൻ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഈ അനിയനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അത് ആന്റി റിലേഷൻഷിപ്പിലേക്ക് പോകും, ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ പുറത്തിറങ്ങുന്ന സമയത്ത് പെർഫ്യൂംസ് കറാഹത്താണ്. എന്തുകൊണ്ടാ? അത് അന്യനിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ്. ഇക്ക വീട്ടിലുണ്ടെങ്കിൽ നല്ല പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അയാളെ മുമ്പിൽ ഇങ്ങനെ ഒരുങ്ങി മൊഞ്ചത്തിയായിട്ട് നിൽക്കുന്ന സമയത്തോ ഈ സ്നേഹവും ബന്ധവും വല്ലാത്ത കൂടും, ഇന്റിമസി ലെവൽ മാക്സിമം കൂടും. ഇത് ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, കല്യാണത്തിന് ആദ്യ നാളുകളൊക്കെ സൂപ്പറാ, പിന്നെ പഴയ മാക്സിട്ട് ഇങ്ങനെ നടക്കും. എന്താ 2-3 കുട്ടികളായി, ഇനിയിപ്പോ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ അയാളെ ഹാപ്പി ആക്കുന്ന വിധത്തിൽ ഡ്രസ്സും കാര്യങ്ങളും പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കണം. അത് നല്ല ബന്ധങ്ങളായിരിക്കും അറിയാം ഞാൻ പറയണേ. അത് പുരുഷന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ സെക്സിന് താല്പര്യപ്പെടുന്ന സമയത്തൊക്കെ വളരെ താല്പര്യത്തോടെ നിന്ന് കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ, എല്ലാത്തിനും ടൈം കണ്ടെത്തണം. വീട്ടിൽ എന്ത് ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ലൈഫ് അങ്ങോട്ട് സെറ്റ് ചെയ്താൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, പ്രവാസി ഭാര്യ എന്താ പ്രശ്നം? പ്രവാസി ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ലീവിന് വരുമ്പോൾ ആ കുറഞ്ഞ കാലം ഭയങ്കര പ്രണയമായിരിക്കും, സോ അഫെക്ഷൻ ആയിരിക്കും. എന്നിങ്ങനെ വീട്ടിൽ കാണുന്നതിനേക്കാളും നമുക്ക് എന്തുകൊണ്ട് നമ്മൾ സങ്കടപ്പെടരുത് എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയാണ്, അതിനെന്താ പ്രവാസിയായാൽ
അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് നന്മകൾ നടക്കുന്നുണ്ടല്ലോ, ഇടയ്ക്ക് വന്നാൽ ഭയങ്കര സ്നേഹം ഇഷ്ടമാണല്ലോ, ജീവിതം അതിൽ എന്തെങ്കിലുമൊക്കെ ഹൈറുണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. കുറവിലേക്കല്ല നോക്കേണ്ടത്, നന്മയിലേക്കും ബ്ലെസ്സിങ്സിലേക്കും നോക്കണം. ഇടയിൽ വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴും ഒരു പുസ്തകം എടുത്ത് പടച്ചോ നൽകിയ 2-3 അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. ഇടക്കിടക്ക് എപ്പോഴും എഴുതി വെക്കുക. സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല, ഒരു വിഷയം ഉണ്ടാവില്ല. ഓക്കെ, നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അല്ല നോക്കേണ്ടത്, ഉള്ള ഹാപ്പിനെസ്സിലേക്കും മറ്റും മൈൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരാം. സെക്കൻഡ് വൺ ഈസ് കെയറിങ്. അതായത് ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം കെയറിങ്. ഇത് പുരുഷന്മാർ ശരിക്കും കേൾക്കണം കേട്ടോ. ഞാൻ ഈ അടുത്തൊരു കപ്പിൾസ് ട്രെയിനിങ്ങിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കെയറിങ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ഈ കെയറിങ് എന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഒരാൾക്ക് ഓഫീസിൽ ജോലിയാ, ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് പുറത്ത് ജോലി ചെയ്യുന്ന ആളാ. അപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല ക്ഷീണം കാണുന്നുണ്ട്. അവസാനം പിന്നെ ഇവരോട് ചോദിച്ചു, എന്താണ് പറ്റിയേ, നല്ല ക്ഷീണം ഉണ്ടല്ലോടി, കൈ ഇങ്ങനെ വെച്ചേക്ക്, നല്ല പനിയാ. അപ്പൊ ഇയാൾ പൊട്ടൊന്ന് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, പിന്നെ ഞാൻ ഇന്ന് ലീവ് ആയിരിക്കും കേട്ടോ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നൊരു വൈഫിനോട് പറഞ്ഞു, എടി നിനക്ക് പനിയാണെങ്കിൽ എനിക്ക് എന്ത് ഓഫീസ് ആടി, ഞാൻ എന്ത് ഓഫീസ് പോവാനാ, നിനക്ക് പനിയാണെങ്കിൽ മോളെ പെട്ടെന്ന് മോളെ എന്നൊക്കെ വിളിക്കണം, ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും മോളെ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം. അങ്ങനെ ഇവളെ കയ്യും പിടിച്ച് വണ്ടി കയറ്റി ഇയാൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യനോട് പറഞ്ഞു, മോളെ നീ ഇനി അടുക്കള പണിക്കൊന്നും നിൽക്കരുത് കേട്ടോ, ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഫുഡ് അങ്ങോട്ട് പാർസൽ കൊണ്ടുപോവാം. ഫുഡൊക്കെ ഇങ്ങനെ പാർസൽ വാങ്ങി അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി. ഇയാൾ നേരെ അടുക്കളയിലേക്കും കയറി. ഭാര്യനോട് പറഞ്ഞു, മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി ബെഡ്റൂമിൽ വന്ന് ടാബ്ലറ്റ് എടുത്ത് വൈഫിന്റെ വായിലേക്ക് വെച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് പറയുന്ന പേരാണ് കെയറിങ്. ഇത് സ്ത്രീകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞേ, സ്ത്രീകൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാനിങ്ങനെ ഉദാഹരണം പറഞ്ഞപ്പോ ഒരാളെന്നോട് പറഞ്ഞു, സാറേ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാറുള്ളത്, പക്ഷെ ഇപ്പൊ കുടുങ്ങിയിട്ടാണല്ലേ, കാരണം വൈഫിന് ഇടക്കിടക്ക് പനി വരും, ഇടക്കിടക്ക് പ്രശ്നങ്ങളാ. എന്തേ ഈ കെയറിങ് കിട്ടുന്നുണ്ട്. ഇടക്ക് പനി വന്നാലും ഭർത്താവ് ഓവർ കെയറിങ്ങാ, ഇതിങ്ങനെ അവൾ ആസ്വദിക്കുകയാണ്. ഇത് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല കെയറിങ് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മോളെ നിന്റെ കൂടെ ഞാനില്ലടി എന്നങ്ങോട്ട് പറയന്നെ, നിന്റെ കൂടെ ഞാനില്ല മോളെ, ആ വാക്ക് മതി. ശരിയല്ല ഞാൻ പറഞ്ഞേ, ആ വാക്ക് മതി. നിന്റെ കൂടെ ഞാനുണ്ടല്ലോ മോളെ എന്ന് പറയുന്നൊരു വാക്ക് മതി. അതേപോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ത് ചെയ്യുക, മുണ്ടിയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അത് ഭാര്യക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മുണ്ടിയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത്, മാറ്ററൊന്നും വേണ്ട, എന്തെങ്കിലും സംസാരിച്ച് കൊണ്ടേയിരിക്കുക. ജോലിന്റെ ഇടയിൽ ഭർത്താവ് ഭാര്യക്ക് ഒരു ഐ ലവ് യു ഇട്ട് കൊടുത്ത് അതിൽ സന്തോഷമായിരിക്കും. അറിയോ, അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ, സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കുക, അത് ഭാര്യക്ക് ഇഷ്ടമാണ്. അതേപോലെ ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ സാധനം കൊണ്ടുവരുമ്പോൾ അരിയും പഞ്ചസാര കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ വണ്ടി നിറക്കുമ്പോൾ മക്കളൊക്കെ വന്ന് മക്കൾക്ക് ഐസ്ക്രീം ഒക്കെ കൊടുത്ത് അങ്ങനെ അവസാനം ഈ ഭർത്താവിന്റെ കീശയിൽ കുറച്ച് കടലയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ 90ന്റെ ഒരു ഡയറി മിൽക്കൊക്കെ ഉണ്ട്. എന്നിട്ട് നിനക്കുള്ളതാട്ടോ, നീ അവിടെ വെച്ചോട്ടോ, നീ കഴിച്ചോട്ടോ. നോക്കിയാൽ ഭാര്യക്ക് സെപ്പറേറ്റ് സാധനം കൊണ്ടുവന്ന് മക്കൾക്ക് പോലും കൊടുക്കാതെ ഭാര്യക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല അഫെക്ഷനിലായിരിക്കും. നേരത്തെ പറഞ്ഞ ഇന്റിമസി ലെവൽ അങ്ങോട്ട് കൂടും. ആ ഇന്റിമസി ലെവൽ കൂടിയാലോ ഭാര്യ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കും. ഭാര്യ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിലോ അവരെ മക്കള് ഹാപ്പി ആയിരിക്കും. അവിടെ പോയിന്റ് കിടക്കണത് അല്ലേ, നന്നായിട്ട് പഠിപ്പിക്കും, എപ്പോഴും സന്തോഷമായിരിക്കും വീട്ടില്. ലവ് സ്ത്രീകൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇടക്കിടക്ക് ഐ ലവ് യു പറയാ. പിന്നെ നേരത്തെ ഈ ഫിസിക്കലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പരസ്പരം ഈ കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ ഒന്നിച്ച് ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ മക്കളൊന്നും അടുത്തില്ലെങ്കിൽ പരസ്പരം ഒന്ന് ഇങ്ങനെ കൈ ഹോൾഡ് ഇങ്ങനെ പിടിച്ച് വെച്ച് നോക്കിയേ. ഓക്കെ, അതേപോലെ തന്നെ മുഖത്തോട് മുഖം ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുക. ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നേരെ പോയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, മദറിൻലോ മക്കള് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. അതൊക്കെ പിന്നെ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ഇതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പൊക്കെ ചിന്തിക്കണം. വളരെ ഫ്രീ ആയ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ആ രൂപത്തിലൊക്കെ അങ്ങോട്ട് ചെയ്യാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ ഭാര്യ കാലുകൾ തമ്മിൽ ഇങ്ങനെ സ്പർശിക്കുക. ഇതൊക്കെ ഒരു നല്ലൊരു ഇഷ്ടത്തിലേക്കും അഫെക്ഷൻസിലേക്കും ഇന്റിമസിയിലേക്കും ഭാര്യയും ഭർത്താവിനെ അടുപ്പിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യണം.
ആരും ഇല്ലാത്ത സമയത്ത് ഭർത്താവ് ചിലപ്പോൾ വന്നിങ്ങനെ തോണ്ടിക്കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഇത് എല്ലാവരും കാണുന്ന സ്ഥലം ആട്ടി വിടരുത്. അവിടെ സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ ക്യാൻ ഡു ഇറ്റ്. മക്കളോ അവരുടെ ആരും ഇല്ല, ഫ്രീ ആണ്. അപ്പൊ ആ രൂപത്തിലൊക്കെ പിന്നെ ഓക്കെ ഇൻഡോർ ഗെയിംസുകൾ ഉണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ടൈം നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഭാര്യ ഭർത്താവ് പ്ലാൻ ചെയ്ത് ഇത്ര സമയം നമ്മൾ ക്വാളിറ്റി ടൈമാണ്, മൊബൈൽ ഫോണൊക്കെ മാറ്റി വെക്കുക, ഒന്നും വേണ്ട, എന്നിട്ട് മുണ്ടിയും പറഞ്ഞിങ്ങനെ ഇരിക്കന്നെ. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കലും സർപ്രൈസ് യാത്രകളും. അപ്പൊ സ്ത്രീ കെയറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ലവിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പിന്നെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് പുരുഷന്മാർ കേൾക്കേണ്ടതാണ്, ഇതൊക്കെ പുരുഷന്മാർ കേൾക്കേണ്ടത് തന്നെയാണ്. സ്റ്റെബിലിറ്റി അത് സ്ത്രീകൾക്കുള്ള ഒരു ക്വാളിറ്റിയാണ്. എന്താ സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ട്, പിന്നെ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറക്കൂല. പുരുഷന്മാർ നല്ല മൂടുള്ള സമയത്ത് പലതും അങ്ങോട്ട് ഓഫർ ചെയ്യും. നിനക്ക് ഇന്ന് തരും കേട്ടോ, നിനക്ക് 2 പവൻ സ്വർണ്ണമായി തരും, ആനിവേഴ്സറി എന്നൊക്കെ പറയും. ഈ സുബിയാകുമ്പോഴേക്കും പുരുഷൻ ഇത് മറക്കും, പക്ഷെ പെണ്ണ് മറക്കത്തില്ല. എപ്പോഴെങ്കിലും കിക്കുകൾ പറഞ്ഞിരുന്നില്ലയോ പണ്ട് സ്വർണത്തിന്റെ കാര്യം, ആൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫർ ചെയ്യുന്ന കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അത് മിണ്ടാതിരിക്കുക. പിന്നെ സ്ത്രീകൾ ചിന്തിക്കുക നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി എന്നൊരു ക്വാളിറ്റി ഉണ്ട്, അപ്പൊ ഇക്കെന്തൊക്കെ പറഞ്ഞാല് അത് പ്രതീക്ഷിക്കണ്ട. ഓവർ എക്സ്പെക്ടേഷൻസ് ദാമ്പത്യ ജീവിതത്തിൽ പാടില്ല എന്നുള്ളതാ. ഞാനിപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇതുപോലെ കെയർ ചെയ്യണോ, ഇതുപോലെ സ്നേഹിക്കണം, ഇതുപോലെ ചേർത്ത് പിടിക്കണം. ഓവർ എക്സ്പെക്ടേഷൻസ് പാടില്ല. കാരണം എന്താ അറിയോ, അത് കിട്ടിയില്ലെങ്കിലോ സങ്കടമായി മാറും. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് കിട്ടിയാലോ അൽഹംദുലില്ലാഹ് ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ഒരു സ്ത്രീ കെയറിങ് ആഗ്രഹിക്കുന്നുണ്ട്, സ്ത്രീ ലവിങ് ആഗ്രഹിക്കുന്നുണ്ട്, സ്ത്രീ സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ സ്ത്രീ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭാര്യന്റെ കുടുംബത്തിന് ഒരിക്കലും എന്തോ മോശമാക്കി പറയരുത്, ഭർത്താവിന്റെ കുടുംബത്തിനൊന്നും മോശമാക്കി, ഭാര്യന്റെ ഫാമിലിനെ ഒന്നും മോശമാക്കിയിട്ട് പറയരുത്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പവർ, പിന്നെയോ നല്ല സപ്പോർട്ട്, പിന്നെയോ അച്ചീവ്മെന്റ്സ്, സെക്സ്, ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കുക. പുരുഷന്മാരാണെങ്കിൽ നല്ല കെയറിങ് കൊടുക്കുക, നല്ല ലവിങ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, പിന്നെ റിലേഷൻഷിപ്പ് നല്ല പ്രാധാന്യം കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഒട്ടുമിക്ക ദാമ്പത്യ ജീവിതത്തിലും ഇന്റിമസി ലെവൽ വല്ലാതെ അങ്ങോട്ട് കൂടും. ഈ ഇന്റിമസി ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് തമ്മിൽ നല്ല സ്നേഹവും കണക്ഷനും ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് എത്ര തിരക്കാണെങ്കിലും ക്വാളിറ്റി ടൈം കണ്ടെത്തണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങളെ മക്കള് ഹാപ്പിയോടെയും വളരെ നല്ല രീതിയിലും ജീവിക്കണമെങ്കിൽ ഭാര്യ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലും ഇഷ്ടത്തിലും ആണെങ്കിൽ നല്ല പാരന്റിങ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. വിശാലമായ ടോപ്പിക്കാണ്, ഞാൻ കൂടുതൽ ഇങ്ങനെ പരത്തി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കണില്ല. അപ്പോൾ എനിവേ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആയാലും ഭാര്യ, ഇങ്ങനെ ആയാലും ഭർത്താവ്, ഈ നടുവിലിങ്ങനെ നോക്കിയ ഭാര്യയും ഭർത്താവിന് ഈ ബാലൻസ് ചെയ്ത് ഈ പുരുഷനെ കൊണ്ടുപോകേണ്ട ഒരു ഒറ്റ മോനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഞങ്ങളിപ്പോ 8 മക്കളാണ്. അപ്പോൾ 5 സിസ്റ്റേഴ്സാണ് എനിക്കുള്ളത്. അത് കഴിഞ്ഞ ശേഷം ഉമ്മ എന്നെ പ്രസവിച്ചത്. അപ്പൊ ഞാനിപ്പോ അതിരാ സമയത്തൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഡോറ് തുറന്നിരുന്നത് എൻ്റെ ഉമ്മയായിരിക്കും, ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നത് എൻ്റെ ഉമ്മയായിരിക്കും. നോക്കണേ, അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ എവിടെയെങ്കിലൊക്കെ പോയി വരുമ്പോ ഡോറ് തുറക്കണത് ഭാര്യയാ, ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കണത് ഭാര്യയാ. അപ്പൊ സ്വാഭാവികമായിട്ട് എൻ്റെ ഉമ്മക്ക് തോന്നും, കണ്ടില്ലേ ഇപ്പൊ എല്ലാം പെണ്ണ, ഇവനെ പൊങ്കൂസന, ഇവിടെ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ശരിക്കും അവിടെ ഉമ്മയും എൻ്റെ വൈഫും പ്രശ്നമാവും. നോക്കണം, അവര് തമ്മിൽ പ്രശ്നമാവും. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞേ? ഒരു പൊസസീവ്നെസ് എന്ന് അതിന് പറയാം. പൊസസീവ്നെസ് ഒറ്റ മോനുള്ള വീട്ടിലൊക്കെ പലപ്പോഴും സംഭവിക്കും. അതായത് സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഉമ്മക്കൊരു ഡിസ്റ്റൻസ് ഫീലിംഗ് ഉണ്ടാവും, ഭാര്യയ്ക്കും ഒരു ഡിസ്റ്റൻസ് ഫീലിംഗ് ഉണ്ടാവും. ഈ നടുവിലിട്ടിട്ട് ഇവനാകെ കുടുങ്ങിപ്പോകും. ഇവിടെ ഞാൻ നല്ലൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഉമ്മനൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല, ശരിയല്ലേ? ഉമ്മ മനസ്സിലാക്കണ്ടേ, എൻ്റെ പെണ്ണല്ലേ എന്ന് പറയാൻ പറ്റൂല, ഉമ്മക്കത് മനസ്സിലാവൂല. പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തേണ്ടത് ഭാര്യയും ഭർത്താവുക. എങ്ങനെയാ? ബെഡ്റൂം നോക്കുക, ഒത്തിരി പ്ലാൻ ചെയ്യാം, എന്തൊക്കെ സാധനമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയാ, ഉമ്മനോടും കൂടി കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ എന്താ വേണ്ടത്, വൈഫിനോട് പറയാ. പിന്നെ ഡോറ് ഉമ്മനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഡോർ ഒന്ന് തുറക്കണേ. വൈഫിനോട് പറയാ. പിന്നെ ഭക്ഷണം കഴിച്ചോളവോ, ഉമ്മ കഴിക്കാൻ നിൽക്കുന്നുണ്ടാവും, ഉമ്മയുടെ കൂടെ ഇങ്ങനെ കഴിക്കുക.
പിന്നെ വീട്ടിലേക്ക് വന്നാലും ബെഡ്റൂമിൻ്റെ അകത്ത് കൂടാതെ ഉമ്മനോട് കുറേ സംസാരിച്ചിട്ട് ഇങ്ങനെ ഉമ്മനെ സോപ്പൊക്കെ ഇട്ട് പിന്നെ ഭാര്യൻ്റെ അടുത്തേക്ക് പോവുക. ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഉമ്മനെ ആദ്യം കൊണ്ടുപോവുക, പിന്നെ ഭാര്യ മാത്രമുള്ള കണ്ണിങ്ങിലൂടെ ഈ വൈഫ് ഹൗസിലേക്ക് പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, അവിടെ നിന്നൊക്കെ ട്രിപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. ഈ രൂപത്തിലൊക്കെ ട്രിക്കുകൾ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ബെഡ്റൂമിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ മതി. ചില ഡ്രാമ ഒക്കെ കളിക്കേണ്ടി വരും. ഭർത്താവ് ഭാര്യനോട് പറയടി ഞാൻ നിന്റെ ഉമ്മന്റെ മുമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ദേഷ്യം പിടിക്കട്ടോ എന്ന് പറയാം. എന്നിട്ട് ഉമ്മ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഉമ്മന്റെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യയോട് നന്നായിട്ട് ദേഷ്യം പിടിക്കുക. ബെഡ്റൂമിൽ വന്നിട്ട് ചോദിക്കുക എങ്ങനെയുണ്ടടി, സൂപ്പർ അല്ലേ. ഇങ്ങനെ കുറെ നാടകങ്ങളൊക്കെ ജീവിതത്തിൽ കളിക്കേണ്ടി വരും. ഭാര്യ കുറെയൊക്കെ സെറ്റായി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതത്തിൽ വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ജീവിതത്തിൽ ആസ്വദിക്കുന്ന ഒരുപാട് കപ്പിൾസുകൾ എൻ്റെ മുമ്പിൽ ഉണ്ടാകും. ഇതുപോലത്തെ ലൈഫ് കിട്ടാത്ത ആളുകൾ ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, പ്രഭാത സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത്, സുബഹി സമയത്ത് എഴുന്നേറ്റ് ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതൊക്കെ മനസ്സിൽ ഇങ്ങനെ കാണാം. മക്കൾ ഉയരങ്ങളിലേക്ക് എത്തുന്നതൊക്കെ മനസ്സിൽ ഇങ്ങനെ കാണാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒരു വെക്കേഷൻ ക്യാമ്പ് വരുന്നുണ്ട്, തളിര് എന്നുള്ള പേരിൽ. ഡിസംബർ 23, 24, 25 തീയതികളിലാണ് അവരുടെ കൂടെ. ഞാൻ അതിൻ്റെ ക്യാമ്പ് ഡയറക്ടറാണ്. 24 hours മക്കളെ കൂടെ ഉണ്ടാകും. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു മനോഹരമായ ക്യാമ്പാണ്. 100 പേരാണ് നമ്മൾ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത്. 50-ലധികം അഡ്മിഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആരെങ്കിലും അഡ്മിഷൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ 3 ദിവസം നിങ്ങളെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ്. കാരണം ആ രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവസാന ദിവസം ഉപ്പിയും ഉമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഒരു 1.5 മണിക്കൂർ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കഴിഞ്ഞ് മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പിരിഞ്ഞു പോകുന്ന ഒരു മനോഹരമായ ഒരു ക്യാമ്പാണ്. മലപ്പുറം ജില്ലയിലെ മലയ റിസോർട്ടിൽ വെച്ചാണ്. അത്യാവശ്യം ഹൈ റേഞ്ച് ആണിത്. നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, നല്ല മെഡിറ്റേഷൻ സ്പോട്ട് ഉണ്ട്, പൂളുണ്ട്, ഹട്ടുകളുണ്ട്, പിന്നെ മക്കൾക്ക് എൻഗേജ് ആവാനുള്ള ടർഫ് ഉണ്ട്, അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ ഉമ്മ ഉപ്പ സെഷൻസുകൾ, പേഴ്സണൽ കൗൺസിലിങ്, മക്കളെ കഴിവ് സ്കില്ല് കണ്ടെത്താനുള്ള ഒരുപാട് സെഷൻസുകൾ, നിസ്കാരം, മോറൽ ക്ലാസ്സുകൾ ഒക്കെ ഇങ്ങനെ തുടങ്ങിയൊരു മനോഹരമായ ക്യാമ്പാണ് മലപ്പുറം ജില്ലയിലെ മലയ റിസോർട്ടിൽ വെച്ച് നടക്കുന്നത്. ഒത്തിരി പേര് അഡ്മിഷൻ എടുത്തവരുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ അഡ്മിഷൻ എടുത്ത ആളുകളൊക്കെ ഉണ്ടാകും. ഗ്രൂപ്പിൽ അതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അയച്ചു തരും. എല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ അഡ്മിഷൻ എടുക്കുക. കാരണം കുട്ടികൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്, സമ്മാനമാണ്. കുറച്ച് റിസ്ക് എടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് നല്ലൊരു അനുഭവം ആയിരിക്കും അത്. ആ ക്യാമ്പ് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ മക്കൾ ചെറുതാണ്. ഇപ്പോൾ 2 വയസ്സ് മുതൽ ഏകദേശം 10ാം ക്ലാസ്, പിന്നെ +1, +2, ഡിഗ്രി, PG ഉള്ള ആളുകൾക്ക്, പുരുഷന്മാർക്ക് ഒരു 3 ദിവസത്തെ മൈൻഡ് പവർ ട്രെയിനിങ്ങും കൂടി നടക്കുന്നുണ്ട്. ഇതിന്റെ ഫീ വരുന്നത് 4000 ആണ്. 4000 എന്ന് വെച്ചാൽ അതിൽ റിസോർട്ടിലെ 3 ദിവസത്തെ സ്റ്റേ ഇൻക്ലൂഡഡ് ആണ്, ഫുഡ് ഇൻക്ലൂഡഡ് ആണ്, പിന്നെ അവിടെയുള്ള പാർക്ക് യൂസ് ചെയ്യുന്നത് ഇൻക്ലൂഡഡ് ആണ്, ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആണ്, എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ ഫീസിൽ. ഫാമിലി കൂടെ വരുന്നുണ്ടെങ്കിൽ അവിടെ റിസോർട്ട് ഉണ്ട്, സെപ്പറേറ്റ് റിസോർട്ട് എടുത്ത് അവിടെ താമസിക്കാം. ഒന്ന് കപ്പിൾസിനൊക്കെ എൻഗേജ് ആകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾ ക്രിസ്മസ് വെക്കേഷനിലാണ് നടക്കുന്നത്. കുട്ടികൾക്ക് ക്യാമ്പിൽ എൻഗേജ് ആവാം, ഫാമിലിക്ക് അവിടെ റൂം എടുത്തിട്ട് താമസിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിലൂടെ അയച്ചു തരാം. പിന്നെ അതേപോലെ ജസ്റ്റ് ഇതിലേക്ക് ഞാൻ നമ്പർ ഷെയർ ചെയ്ത് തരാം. താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഒരു 8547570756 എന്ന നമ്പർ ഉണ്ട്. അതിലേക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് വരും. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? ഒന്ന് കമൻസിലായിട്ട് ചോദിക്കാം. ഓക്കെ, മൈക്ക് ഓൺ ആക്കുന്നവർക്ക് ഓൺ ആക്കാം കേട്ടോ. സംതിങ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഹലോ സർ. ഓക്കെ, ചോദിക്കാവോ? ഞാൻ എൻ്റെ ഹസ്ബൻഡും നല്ല ആരോഗ്യപരമായൊരു റിലേഷനാണ്. ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ട്രിക്കിലൂടെ ഒന്നും നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മാതാവിൻ്റെ മുന്നിലായാലും ആൾ അത്യാവശ്യം ഞങ്ങൾ നല്ലൊരു ബന്ധമാണ്. പക്ഷേ സാറ് പറഞ്ഞില്ലേ, ഇപ്പോൾ മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യനെ ഒന്ന് ചീത്ത പറയണം എന്ന്. അപ്പോൾ ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറയാണ് കേട്ടോ. അല്ല സാറേ, പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ്.
അതായത് അപ്പോൾ മാതാവിൻ്റെ മുന്നിൽ ഭാര്യയുടെ ഒരു അഭിമാനവും കൂടി പോവുകയല്ലേ? 1 മിനിറ്റ്, ആ 1 മിനിറ്റ് ഒന്ന് ആ മ്യൂട്ട് ചെയ്തോളൂ, മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സീരിയസ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തമാശക്കൊക്കെ ഉണ്ടല്ലോ, വൈഫിന്റെ അന്തസ്സിന് ഇഷ്ടപ്പെടാൻ പാടില്ല, അവളെ താഴ്ത്തി സംസാരിക്കാൻ പാടില്ല, അവൾ അഭിമാനത്തിന് മോശമാവുന്ന വിധത്തിൽ എന്താ പറയാ ചീത്ത വാക്കുകൾ വിളിക്കാൻ പാടില്ല. അല്ലാതെ തമാശക്കൊക്കെ നീ മനസ്സിലാക്കണ്ടടി ആ കാര്യം, നിനക്ക് എന്താ അറിയാത്തത് എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ ടോക്സുകൾ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെ അങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല. ഭാര്യ ഭർത്താവ് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് ഇരിക്കുമ്പോൾ പിന്നെ തമാശക്ക് എന്ത് ചെയ്യാ, ഒന്ന് നമുക്ക് അങ്ങനെ ആക്കിയാലോ എന്ന് വെൽ പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്ത സാധനം അവിടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സൂചിപ്പിച്ച നന്നായി. അല്ലാതെ അത് പെർമിഷൻ ആയിട്ടല്ല കേട്ടോ. സാധ്യത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവർക്കും അന്തസ്സുണ്ട്, എല്ലാവർക്കും അഭിമാനമുണ്ട്. അപ്പോൾ ഈ പിന്നെ വാല്യൂസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചിട്ട് ഒരു പുരുഷന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പറയാതെ പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെ, 10-18 വർഷക്കാലം പൊന്നുപോലെ നോക്കിയിട്ട് ഒരു ഭർത്താവിനെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാണ് ഈ പിന്നെ വാപ്പ നിക്കാഹ് കഴിച്ചിട്ട് ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പറയാതെ പറയുന്ന ഒരു വാക്കുണ്ട്, പൊന്നുപോലെ നോക്കണേ, ഏതെങ്കിലും ഒരു ദിവസം ഈ മോളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പോറലും ഏൽപ്പിക്കാതെ തിരിച്ചു തരണേ എന്ന് പറയാതെ വാപ്പ പറയുന്നുണ്ട്. അപ്പോ വാല്യൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പെണ്ണെന്ന് പറയുന്നത് അവളെ ഇകഴ്ത്താനോ അവളൊരു ജോലിക്കാരിയായിട്ടോ ഒന്നും നിലനിർത്താനല്ല. അത് വീടിന്റെ ഒരു ഹൗസ് വൈഫാണ്, ഹോം മേക്കറാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത്. ആ വീട് മൊത്തം കൺട്രോൾ ആ ഉമ്മയുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോ ആ രൂപത്തില് മനസ്സിലാക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, എനിത്തിങ് എൽസ്? എനിവേ ഞാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, എനിത്തിങ് എൽസ്? ഫോൺ അഡിക്ഷന് അത് മക്കളെ ഫോൺ അഡിക്ഷൻ ആണോ, സ്വന്തം ഫോൺ അഡിക്ഷൻ ആണോ? ഫോൺ അഡിക്ഷൻ മാറാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് എൻഗേജ് ആവുക എന്നുള്ളതാണ്. നമ്മൾ കുറെ കാര്യങ്ങളിൽ എൻഗേജ് ആവുക, ഹസ്ബൻഡിനെ പല വിഷയത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക. ഞാൻ നേരത്തെ ക്വാളിറ്റി ടൈമിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ചില പുരുഷന്മാരൊക്കെ ഉണ്ടാവും, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വീട്ടിലേക്ക് മുഴുവൻ സമയത്ത് ഫോണായിരിക്കും, ഒന്നും മിണ്ട പോലും ചെയ്യൂല. ഓക്കെ, അത് അദ്ദേഹം ഒന്ന് സ്വയം തീരുമാനിക്കുകയും ഒരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമായി കഴിഞ്ഞാൽ കുറെയൊക്കെ ഓപ്ഷൻസ് കിട്ടും. മൈൻഡ് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൈൻഡ് എൻഗേജ് ചെയ്യും. നമ്മൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഭാര്യക്കൊന്നും സംസാരിക്കാണ്ടാവില്ല, മക്കളും പരസ്പരം സംസാരമൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല, ജോലിയും കുറവാണ്, അപ്പോഴൊക്കെയാണ് ഈ വിഷയം വരിക. പിന്നെ ഏതൊരു കാര്യം സ്വയം ഒരു തീരുമാനം എടുക്കണം. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഭർത്താവ് മൊബൈൽ അഡിക്ഷൻ ആണെങ്കിൽ ഈ ഭാര്യ ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ ഫോൺ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ടാണ് മാറുക. കാരണം തീരെ ഇഷ്ടപ്പെടില്ല, പുരുഷന്മാരെ കുറ്റപ്പെടുത്തലൊന്നും ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ എന്തൊക്കെ കൂടുതൽ സ്നേഹിച്ചിട്ടും നല്ല സപ്പോർട്ടും കൊടുത്ത് നല്ല മാക്സിമം ഇതാക്കിയുള്ള കയ്യിലെടുത്തിട്ട് റാപ്പോർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറെയൊക്കെ റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റും. സ്വയം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിവേ ഞാൻ തൽക്കാലം, എനിക്കിപ്പോ 10 മണിക്ക് ഒരു വേറെ സെഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എനിവേ ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ക്യാമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ അടുത്ത് വരുന്ന ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം അതാണ്. വലിയവർക്കും ഉണ്ട് കേട്ടോ, ഒരു 15 വയസ്സ് 30 വയസ്സ് വരെയുള്ള ആളുകൾക്കുണ്ട്. അത് 28-ാം തീയതിയാണ്. 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് 23-ാം തീയതിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരും. എല്ലാവരും ഒന്ന് സ്റ്റാറ്റസ് വെക്കുക, അതിന്റെ ലിങ്ക് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടും. ഞാൻ തൽക്കാലം ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.
നല്ല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. മക്കളെ സ്വാലിഹായ സന്താനങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, നല്ലൊരു ദാമ്പത്യ ജീവിതം പടച്ചോൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദുആയിലും വേണം. നമ്മുടെ പ്രധാനപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് മിസ്സിരിയ എന്ന് പറയുന്നൊരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്കുണ്ട്, ഓൺലൈനാണ്, സ്ത്രീകൾക്കുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മിസ്സിരിയ, എല്ലാവർക്കും അറിയാം. അതേപോലെ ജനറൽ കോഴ്സൊക്കെ നടക്കുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിൻസോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. പ്രത്യേകിച്ച് നമ്മളെ ക്യാമ്പിൻ്റെ പോസ്റ്റേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് വെക്കുക, ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. തൽക്കാലം ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ്, ടാറ്റാ, ബൈ, ടേക്ക് കെയർ, സീ യു, താങ്ക് യു, ഗുഡ് നൈറ്റ്.